ഹായ്. ഐഫോൺ 7 പ്ലസിന് വരുന്ന ഒരു ഇഷ്യൂ ആണ്. ഒന്ന് അതിൻ്റെ ഓഡിയോ പ്രശ്നം, അതേപോലെ തന്നെ അതിൻ്റെ നെറ്റ്വർക്കിന്. ഇത് സ്ഥിരമായിട്ട് കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു 7 പ്ലസിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തില്ല, മോഡം ഫേമർ ഇല്ല. അതായത് സെർച്ചിങ് നോ, അതേപോലെ തന്നെ നോ സർവീസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ പ്രോപ്പറായിട്ട് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാണാം. ഏകദേശം 2 മണിക്കൂറോളം ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്. ഒരു ബേസ് ബാൻഡ് CPU എങ്ങനെ റിമൂവ് ചെയ്യണം, അതെങ്ങനെ ക്ലീൻ ചെയ്യണം, അതൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ ബേസ് ബാൻഡ് CPU റിമൂവ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണെന്ന് അടങ്ങിയ കംപ്ലീറ്റ് ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സർവീസ് വളരെയധികം മെച്ചപ്പെടുത്തുക. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ഒരു ഐഫോൺ 7 പ്ലസ് ആണ്. കാണണ്ട, ഐഫോൺ 7 പ്ലസ് നെറ്റ്വർക്ക് ഇല്ലാത്ത പ്രശ്നം, നോ സർവീസ് അല്ലെങ്കിൽ സെർച്ചിങ് എന്നുള്ളത് ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് കാണാൻ കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. നോ സർവീസ് സെർച്ചിങ് എന്നുണ്ടാവും. അപ്പോൾ അത് എന്തിൻ്റെ പ്രശ്നമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എബൌട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെന്തില്ല, മോഡം കാണുന്നുണ്ടോ, മോഡം ഫേംവെയർ എന്ന ഓപ്ഷൻ അതിൽ ഉണ്ടാവില്ല, അത് ഹൈഡായി കിടക്കുന്നുണ്ടാവും. മോഡം ഫേംവെയർ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ കാണുന്നുണ്ടോ? മോഡം ഫേംവെയർ കാണുന്നുണ്ടോ? അവിടെ നമ്പറൊന്നും കാണില്ലല്ലോ, ഉണ്ടാ? ഹലോ, ഇവിടെ ഇതേപോലത്തെ ഒരു നമ്പർ ഉണ്ടാവും. ഞാൻ ആരെങ്കിലും കയ്യിൽ ഐഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എബൌട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതേപോലത്തെ കുറച്ച് നമ്പർ ഉണ്ടാവും. അവിടെ മോഡം ഫേംവെയർ എന്നുള്ളിടത്ത് എന്താണ്, അവിടെ പ്രത്യേകിച്ച് നമ്പറോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അത് ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ, സെറ്റ് എന്തല്ല, അതിൻ്റെ മോഡം അല്ലെങ്കിൽ ബേസ് ബാൻഡ് CPU ഡിറ്റക്റ്റ് ആയിട്ട് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ സാദിക്ക്? എങ്ങനെ ഇല്ലല്ലോ, ഒന്നും കാണിക്കില്ല. അവിടെ നമ്പറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അൺനോൺ എന്നുള്ളത് മറ്റേ ഇതിലുണ്ടാവുള്ളൂ, നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് പല കംപ്ലൈൻറ്റ് കൊണ്ട് വരും. ബേസ് ബാൻഡ് പവർ കൊണ്ട് വരും, അതേപോലെ തന്നെ ബേസ് ബാൻഡ് CPU കൊണ്ടും ഒക്കെ ഈ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാം നോക്കാം. അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിലാരെങ്കിലും? ഏതാ മോഡൽ, ഏതാ സാറേ? 7 പ്ലസ്. ഏതുണ്ടാ? ഇല്ല. ആരുമില്ലേ ഇതിൽ ചെയ്ത? ആരുമില്ലേ? മുഹമ്മദ് ഇപ്പോൾ ചെയ്ത ആൾ ആഷിഫ് ഉണ്ട് ഇതില്? ഷിഫ്സിക്കേ ആരുമില്ല, കാണാലോ. അപ്പൊ കംപ്ലൈന്റ് എന്താ മനസ്സിലായില്ലേ? കംപ്ലൈന്റ് അറിയാത്ത ആരുമില്ലല്ലോ. ഞാനിപ്പോ കേറിയുള്ളൂ. എന്താണ് കംപ്ലൈന്റ്? മോഡം ഫേംവെയർ. ഓക്കെ. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാല് ഇത് എന്ത് കാരണം കൊണ്ടാണ് മോഡം ഫേംവെയർ പോയത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഇതിന്റെ മദർ ബോർഡ് ഊരണം. കസ്റ്റമർ ചോദിക്കണ മാതിരി ഊരാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊന്നും ചോദിച്ചരുത്. സ്ക്രീൻ ഡിസ്പ്ലേ, വൈഡ് ഡിസ്പ്ലേ എന്നാൽ ഊരാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. വാട്ടർ പ്രൂഫ് പോയിച്ചിട്ട്.
അപ്പോ ഇതില് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നത്. നല്ല ഫ്രഷ് ബോർഡാണ്. ഇതിന്റെ എന്താ പറയാ, ഈ ഒരു ഷീൽഡ് പോലെ പൊക്കിയിട്ടുണ്ട് നമ്മളെ. ഇതിന്റെ മേലത്തെ പവറേജിന്റെ സൈഡിൽ വരുന്ന മേലുണ്ടാവുന്ന ബ്ലാക്ക് ഷീൽഡ് ജസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. അത് മാത്രമല്ല, ODIC റിപ്പയർ ചെയ്തിട്ടുണ്ട്. ODIC എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ODIC റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തൊക്കെയുണ്ട്, മോഡം ഫീവർ പോവാറുണ്ട്. അതുപോലെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അതെ, അതായത് മൈക്രോസ്കോപ്പ് ക്യാമറ, മൈക്രോസ്കോപ്പ് നമ്മളിവിടെ എങ്ങനെ? ഫേവർ പോയിട്ടുണ്ട്. 7-ന്റെ ആണോ? അതെ, ഒരു 7, 7 7 ഇതുപോലെ. പ്ലസ്. 7, 7 പ്ലസ് ഇതൊക്കെ ഇതേപോലെ ഉണ്ടാവാറുണ്ട്. അതായത് ആ മോഡം ഫീവർ നെറ്റ്വർക്ക് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ല സോറി, നെറ്റ്വർക്ക് ഇത് ODIC ചെയ്ത് കഴിഞ്ഞാൽ എന്താവാറുണ്ട്, ഇത് പോവാറുണ്ട്. അതൊന്നുമില്ല, അത് ഹീറ്റ് കൂടുന്ന പ്രശ്നമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ സൈഡൊക്കെ ഫ്ലെക്സ് ഉണ്ട്. അപ്പോൾ ഇത് ODIC ചെയ്തിട്ട് പോയതാണോ അതോ ഹീറ്റ് അടിച്ചിട്ട് പോയതാണോ എന്നുള്ളത് അറിയില്ല. ഇത് എന്തായാലും ഫ്ലെക്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും എന്തുണ്ടാവും, മോഡം ഫീവർ പോയത് ഇവിടെ ഹീറ്റ് തട്ടിയത് കൊണ്ട് ആയിരിക്കാം. കാരണം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സർവീസിന് ODICക്ക് ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ODIC കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് നെറ്റ്വർക്ക് പോയത് എന്നുള്ളത്. അപ്പം ഇത്രയും ഡാറ്റ നമ്മുടെ കയ്യിൽ എന്ത് വേണം വേണം. അപ്പോൾ കസ്റ്റമർ കൊടുക്കുന്ന മുന്നേ വരെ സെറ്റ് എന്താണ്, വർക്കിംഗ് ആണ്. കൊടുത്തതിന് ശേഷം വർക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ODIC ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ ഓവർ ഹീറ്റ് ആയിട്ട് അതിൻ്റെ മോഡം ഫീവർ എന്താവുന്നതാണ്, ഡ്രൈ അല്ലെങ്കിൽ ബേസ്ബാൻഡ് CPU ഡ്രൈ ആവുന്ന കേസാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാം? അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു എന്താ പറയുക, ബേസിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ നോക്കാറുള്ള മാതിരി വല്ല ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, നോക്കി നോക്കാം. ജസ്റ്റ് ഇതിന് മെയിനായിട്ട് എന്താ പറയുക, 4 സൈഡിലൊക്കെ VPH നമ്മളതായിരിക്കും, മെയിൻ സോഴ്സ് വോൾട്ടേജ് ആയിരിക്കും. ജസ്റ്റ് കപ്പാസിറ്റർ ഒക്കെ ജസ്റ്റ് ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കുക. എന്ത് കോമൺ കംപ്ലൈന്റ് ആണ് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ സൈഡിലുള്ള കപ്പാസിറ്റേഴ്സ് ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഇതിൽ ഈ ഒരു ലൈന് 55 കാണിക്കുന്നത്. അത് 55 ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സ്കീമാറ്റിക്സ് എടുത്തിട്ട് നോക്കണം. സ്കീമാറ്റിക്സ് ക്ലിയർ ഉണ്ടോ? ഹലോ, ഞാൻ കാണുന്നുണ്ട്. ഈ സെറ്റില് PP VDD മെയിൻ്റെ റീഡിങ് എത്രയാണ് കാണുന്നുണ്ടോ? 55. 55. ഇവിടെ എത്ര വേണ്ടി വരും സാധാരണ, അറിയോ? നോർമലി PP VDD മെയിൽ എത്ര റീഡിങ് വരെ അറിയോ? ആരുമില്ലേ? ഹലോ, ആളുകളുണ്ട്, നമുക്കറിയില്ല. എങ്ങനെ? ഹലോ, 350, 400 ലെവലില്. വേറെ ആർക്കും അറിയില്ലേ മെയിൻ സപ്ലൈ വോൾട്ടേജിൽ എത്ര റീഡിങ് വരിക എന്നുള്ളത്? ആരോടോ പറഞ്ഞല്ലേ. ഇപ്പൊ ഇതിൽ 55 വരുന്നത്, ബേസ് മോഡ് ഓഫ് മെമ്മറി ഇല്ലേനും. ഈ 55 വരുന്നത് എന്താന്നുള്ളത് നമ്മൾ എന്ത് ചെയ്ത് നോക്കണം, ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. സെറ്റ് എന്താവുന്നുണ്ട്, ഫുള്ളായിട്ട് ഓൺ ആവുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇത് ചിലപ്പം അവർ റിപ്പയർ ചെയ്തപ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ സംഭവിച്ചതാവാം.
അപ്പോൾ ഒരു തല മുതൽ നമ്മളിങ്ങനെ നോക്കിക്കാണ്ട് വരേണ്ടി വരും എന്താണ് കാരണം എന്നുള്ളത്. ഇതിന്റെ സാമ്പിൾസിന്റെ ടേബിൾ ഉണ്ട്. അപ്പോ ഇതില് റീഡിങ് എടുക്കുന്നത് ഡയറക്റ്റ് 52 സ്ക്രീന് കാണുന്നുണ്ടോ? ഇല്ല. ഏത് പവർ സപ്ലൈ റീഡിങ്? ആ ഇല്ല, കാണുന്നില്ല. എത്ര ഉണ്ടോ? ആ ശരി. 52 ഡയറക്റ്റ് എടുക്കുന്നുണ്ട് ഓണാക്കാതെ തന്നെ. അപ്പൊ ഇതിനെന്തുണ്ട്? ഒരു ചെറിയ ലീക്കേജ് ആദ്യം ഉണ്ട്. മനസ്സിലാവണ്ട? ഉം. ഒരു ലീക്കേജ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റത്തെ പ്രശ്നം. അപ്പൊ ലീക്കേജ് ഇനി കസ്റ്റമർ കൊടുക്കുന്ന സമയത്തുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. കാരണം കസ്റ്റമർ കൊടുക്കുമ്പോൾ ഓഡിയോന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിന്റെ പ്രശ്നം കൊണ്ടാണോ ലീക്കേജ്, ഇനി അവർ ചെയ്തു കൊടുത്തുള്ള പ്രശ്നം കൊണ്ടാണോ എന്നുള്ളതൊന്നും നമുക്ക് നിലവിൽ അറിയില്ല. അറിയോ? അറിയില്ലല്ലോ. കാരണം നമുക്ക് ഓൾറെഡി ഒരു റിപ്പയർ ചെയ്തിട്ടാണ് കിട്ടിയിട്ട് ഉള്ളത്. അപ്പൊ ഈ 52 എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ ഇതിനെന്ത് ചെയ്യണം? ഇതിന്റെ നെറ്റ്വർക്കിന്റെ റിപ്പയറും എന്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മളെ മുന്നിൽ എത്ര പ്രശ്നമുണ്ട്? 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഇതിന്റെ മോഡ് ഓഫ് മെമ്മറി ഇല്ല എന്നുള്ള പ്രശ്നം. രണ്ടാമത്തത് എന്താണ്? ലീക്കേജ് ആണ്. ലീക്കേജ് കസ്റ്റമർ സംബന്ധിച്ച് എന്തല്ല, ലീക്കേജ് ഇല്ല, മോഡ് ഓഫ് മെമ്മറി വർക്ക് ആവണില്ല എന്നുള്ളതും. അപ്പൊ ഈ മോഡ് ഓഫ് മെമ്മറി നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ഇതിന്റെ ഈ ഒരു പ്രശ്നം ചിലപ്പം സോൾവ്. കാരണം ഓൾറെഡി ഒരു കംപ്ലൈന്റ് അതിമുണ്ട്. നമ്മൾ ലീക്കേജ് എന്ത് ചെയ്യണ്ട, ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മുന്നോട്ട് നമ്മൾ പോകണ്ട. ഇപ്പോൾ ചില കേസിൽ ഇപ്പോൾ ഒരു നിങ്ങൾക്കറിയാം, നെറ്റ്വർക്കിന്റെ 4G കിട്ടി വർക്ക് ആവില്ല എന്ന് കസ്റ്റമർ പറയുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ 2G വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെറ്റിലൊന്നും ഉണ്ടാവില്ല, ചാർജ് നിൽക്കാത്ത ഒരു കംപ്ലൈന്റും കൂടി ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു നെറ്റ്വർക്കിന്റെ പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞാൽ, നെറ്റ്വർക്കിന്റെ വിഷയം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ 2GPയോ 4GPയോ ഷോർട്ട് ആയത് കൊണ്ടായിരിക്കും ചാർജ് നിൽക്കാത്തത്. അപ്പൊ അതേ സെനാരിയോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നെറ്റ്വർക്കിന്റെ ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തുണ്ടാവുക, അത് ലീക്കേജ് ആയിട്ട് ഉണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക, നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട കമ്പോണന്റ് ഒന്ന് ഊരി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്ത് നോക്കുക, ലീക്കേജ് പോകുന്നുണ്ടോ ഇല്ലയോ നോക്കുക. ഏതായാലും നമുക്ക് എന്ത് ചെയ്യണം, അതിന് നെറ്റ്വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ആണെന്നല്ലേ? ആരുല്ലേ? പിന്നെ ഇതിപ്പോ ഓക്കെ ഏതാ ഓക്കെ. സെക്ഷൻ പറഞ്ഞേ? ഞാനിപ്പോ വന്നിട്ടുള്ളൂ. എങ്ങനെ? ഏതാ സെക്ഷൻ പറഞ്ഞേ? നെറ്റ്വർക്ക് നെറ്റ്വർക്ക് നിൽക്കാത്തപ്പോ, ചാർജ് നിൽക്കുന്നില്ല റെഡി ആകാത്തപ്പോ അല്ലേ സാറേ?
അത് ഇതിന്റെ കേസല്ല. ചാർജ് നിൽക്കുന്നില്ല. സാധാരണ ഒരു ചാർജ് നിൽക്കാത്തൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാല് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മൾ നോക്കുമല്ലോ. 2G വർക്ക് ആവേണ്ടത് 3G വർക്ക് ആവേണ്ടത് അപ്പൊ ഇതിന്റെ കേസിൽ എന്താണ്, ഇത് മോഡം ഫേമർ ഇല്ലാത്ത കേസാണ്. അപ്പൊ ചിലപ്പം അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, മോഡം ഫേമർ വരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബേസ് ബാൻഡ് പവർ ഒക്കെ ചിലപ്പോൾ ഇളക്കി വെക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇതിന്റെ ഇന്റേണലി ഷോർട്ട് ഒക്കെ ആയതായിരിക്കാം. മനസ്സിലാവണ്ട? നമ്മളെന്ത് ചെയ്ത് ആദ്യം ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കുക. നെറ്റ്വർക്കിന്റെ കമ്പോണന്റിന് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്തൊക്കെ ഊരി നോക്കിയിട്ട് നോക്കുക. വേറെ എത്ര ഇപ്പൊ 8 ഏഹ് വേറെ എത്ര 8 360. ഇതൊക്കെ സാധാ നിങ്ങൾ സാംസങ്ങിന്റെ ഇതിന്റെയൊക്കെ പവറേജ് വരുന്ന മാതിരി തന്നെ. ഇതിപ്പോ ഏതാ പ്രത്യേകിച്ചൊന്നുമില്ല. നെറ്റ്വർക്ക് ഐ സി ഊരിയത്? ഇത് ബേസ് ബാൻഡ് പവർ, നെറ്റ്വർക്കിന്റെ പവർ ഐ സി. അതായത് നമ്മളെ ആൻഡ്രോയിഡ് ഫോണിൽ ഇത് കാണൂല. ഐഫോണിന്റെ ബോർഡാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലുണ്ട്, ഹൈ എൻഡ് മോഡലിലുണ്ട്. ആൻഡ്രോയിഡിന്റെ ഫോണിൽ ഇതിന്റെ ബാക്കിൽ എന്തുണ്ട്, ഇതിന്റെ ഈ സൈഡിൽ ബോർഡിന്റെ ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു ഇതിന്റെ ബേസ് ബാൻഡ് പവർ വരുന്നുണ്ട്. അതായത് നെറ്റ്വർക്ക് മൊത്തം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു CPU വരുന്നുണ്ട്. അപ്പൊ അതിന് സപ്ലൈ ചെയ്യുന്ന എന്താണ് പവറാണ്. കോൾകോം അല്ലേ ബോർഡ്? അങ്ങനെ ബോർഡ് കോൾകോം അല്ലേ? അല്ല, ഇന്റൽ, ഇത് ഇന്റലിന്റെ ബോർഡാണ്. എന്തോ ഒരു സാധനം ഇവിടെ കാണാനില്ലല്ലോ. സർവീസ് സ്പ്ലിറ്റ് ചെയ്തത് കുറെ സാധനങ്ങൾ അവിടെയും കുറെ സാധനങ്ങൾ ഇവിടെ റെഡി ആയി വരുന്നുള്ളൂ. ഇതാണ് ഇതിന്റെ ബേസ് ബാൻഡ് പവർ. ഇത് എന്ത് ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് നെറ്റ്വർക്കിന്റെ നമ്മൾ നേരത്തെ കണ്ട റീഡിങ്ങിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കുക. ഇപ്പോഴും അവിടെ 54 തന്നെയാണ് ഉള്ളത്. എത്രയാണ്? 54 തന്നെയാണ് അവിടെ ഉള്ളത്.
നമുക്ക് സെറ്റ് ഒന്നും കൂടി ഓണാക്കി നോക്കണം. സംസാരിക്കണില്ലെങ്കിൽ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തൊക്കെ. ആരാണ്? ഇപ്പോൾ ചെക്ക് ചെയ്തത് അതിൻ്റെ ഓഡിയോ, ഞാൻ കസ്റ്റമർ ഓഡിയോ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞാലും ഞാൻ എന്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഓഡിയോ വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്താണെന്ന് വെരിഫൈ ചെയ്തതാണ്. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. ഇനി ഇതിലിപ്പോൾ ആ ലീക്കേജ് വരാനുള്ളത് പിന്നെ ചാൻസ് ഉള്ളത് ഇതിൻ്റെ 2G നെറ്റ്വർക്കിൻ്റെ 2G PA-യുമായി ബന്ധപ്പെട്ടിട്ട് എന്തുണ്ടാവാറുണ്ട്, നല്ലൊരു കംപ്ലൈൻറ്റ് വരുന്നതാണ് ഈ ഒരു കമ്പോണൻറ്റ്. ഇത് കാണില്ലേ? ഓഡിയോ ചെക്ക് ചെയ്തിട്ട് വർക്കിംഗ് ആണോ സാറേ? എങ്ങനെ? ഓഡിയോ വർക്കിംഗ് ആണോ? ആ ഓഡിയോ വർക്കിംഗ് ആണ്. എന്തായാലും ഓഡിയോ എന്ത് ചെയ്തിട്ടില്ല, ജമ്പർ അടിക്കുക അങ്ങനത്തെ പരിപാടിയും ചെയ്തിട്ടൊന്നുമില്ല. കാരണം ജസ്റ്റ് ഈറ്റ് അടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈറ്റ് അടിച്ച കാരണം കൊണ്ട് ഇത് ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഡയറക്റ്റ് നമ്മുടെ ബേസ് ബാൻഡ് CPU-യിലേക്ക് ഇത് പോകുന്നില്ല. ആകെയുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ BB പവർ ഷോർട്ട് ആവാനുള്ള ചാൻസും, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോക്ക് എന്താണ് ഡയറക്റ്റ് VPH പവർ ഡയറക്റ്റ് VDD പോകുന്നില്ല. പിന്നുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സാധാരണ രീതിയിൽ വരാറുള്ളത് 2GP ആണ്. അപ്പോൾ 2GP നമുക്ക് എന്ത് ചെയ്ത് നോക്കുക, ഊരിക്കാണ്ട് പുറത്തെടുത്ത് വെക്കുക. കൂടുതലൊന്നും ആലോചിക്കാണ്ട് നമ്മൾ ടെൻഷൻ ആവണ്ട. അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്ത് നോക്കുക, നോക്കി നോക്കുക.
അപ്പം എന്ത് ഊരാനുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഊരി വെക്കുക. അപ്പോൾ ഇത് ഹീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താ ചൂട് ഓള് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത റീഡിങ് നോക്കി നോക്കാം. ഏകദേശം എത്രയായി? 100 റീഡിങ് എത്രയായി കാണുന്നുണ്ടോ? 200 ആയി. അതില്ലേ. അപ്പോൾ ലീക്കേജ് എന്തായി? പോയി. കുറഞ്ഞിട്ടുണ്ട്. അതുണ്ടായിരുന്ന എത്രയായിരുന്നു? ആദ്യം ഉണ്ടായിരുന്ന 58. ഓക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ലീക്കേജ് കുറഞ്ഞ്. അപ്പം നമ്മൾ ഇത് ലീക്കേജ് എന്ന് പറയുന്ന സംഭവം എന്തായി? അത് സോൾവ് ആയി. ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഈ ഒരു കേസിൽ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% ആ ഒരു 2GB കൊണ്ട് മോഡം ഫിമർ പോകാനുള്ള സാധ്യത എന്താണ്, വളരെ കുറവാണ്. ഇതിപ്പോൾ ഇതേപോലത്തെ ഒരു കംപ്ലൈൻറ്റ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആ ഒരു 55 വന്നുകൊണ്ട് ചിലപ്പോൾ ചില ഫങ്ഷൻസ് വർക്ക് ആവാതിരിക്കാം. പക്ഷേ ഈ ഒരു കേസിൽ ഈ ഒരു 55 വന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അത് ഫിക്സ് ചെയ്തു. കാരണം അത് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന് മോഡം ഫിമർ ഓൾറെഡി ഇല്ല. പക്ഷേ ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ODIC ചെയ്തത് കൊണ്ട് മോഡം ഫിമർ എന്ത് ചെയ്തതാണ്, പോയതാണ്. പക്ഷേ ഈ ലീക്കേജ് അതിൻ്റെ ശേഷം ആയതോ അതിൻ്റെ മുന്നായതോ ആയിരിക്കും, അത് എന്തോ ആയിക്കോട്ടെ. നമ്മൾ എന്ത് ചെയ്തു, ലീക്കേജ് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു നെറ്റ്വർക്കിനെ കൊണ്ട് പരിഹരിച്ചു. പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 90% ഇതിൻ്റെ മോഡം ഫിമർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് നോക്കാം, ഇതിപ്പോൾ ഈ ഒരു സെറ്റ് നമുക്ക് ഉറപ്പിച്ചാണ് മോഡം ഫിമർ പോയതാണെന്നുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ബേബി പവർ ഊരി പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, രണ്ടാമത് റീബോൾ ചെയ്ത് ഇട്ടിട്ട് നമുക്ക് മോഡം ഫിമർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കേസിൽ ഒരു 90% വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഇത് വേറെ ഏതെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഇല്ല, ഇപ്പോൾ ഈ ഒരു മോഡം ഫിമർ ഇല്ലാത്ത വേറെ സെക്ഷൻ വർക്കാവാത്ത കംപ്ലൈൻറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, അങ്ങനെ എന്തെങ്കിലും IC ഊരി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഒരു കോമൺ പ്രോബ്ലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക, ഇട്ട സാധനം മൊത്തം ഇട്ടിട്ട് എന്ത് ചെയ്ത് നോക്കുക, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇനി അതിൻ്റെ ഇടയിൽ ആരെങ്കിലും CPU റീബോൾ ചെയ്താലേ റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യരുത്, ചെയ്യാൻ നിൽക്കരുത്. കാരണം ഏറ്റവും റിസ്ക് കുറഞ്ഞ പരിപാടി ഇവിടെ എന്തുണ്ട്, റീബോൾ ചെയ്ത് ഇടാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. കാരണം എന്തായാലും ഇത് റീബോൾ ചെയ്ത് ഇടണം. അപ്പം എന്ത് ചെയ്ത് നോക്കുക, ഇത് ആദ്യം എന്ത് ചെയ്യുക, റീബോൾ ചെയ്ത് ഇട്ടതിന് ശേഷം മോഡം ഫിമർ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കി നോക്കുക. എന്താ ഉദ്ദേശം മനസ്സിലായില്ല? ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, 2 പ്രശ്നം ഉണ്ടായിരുന്നു. നെറ്റ്വർക്കിൻ്റെ ഓൾറെഡി മോഡം ഫിമർ ഇല്ല, ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ മോഡം ഫിമർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ആദ്യം അതിൻ്റെ ബേസ് ബാൻഡ് പവർ ഓൾറെഡി റിപ്പയർ ചെയ്തുകൊണ്ട് അത് ഊരി പുറത്ത് വെച്ചു. ലീക്കേജ് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ലീക്കേജിൻ്റെ പിന്നുള്ളത് എന്താണ്, VDD മെയിൻ എന്തില്ല, ഡയറക്റ്റ് ഓഡിയോ IC-യിലേക്കും പോകുന്നില്ല, ബേസ് ബാൻഡ് CPU-യിലേക്കും പോകുന്നില്ല. സ്കീമാറ്റിക്സ് കാണിച്ചു തരാം. സ്കീമാറ്റിക്സ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ VDD മെയിനിൻ്റെ കപ്പാസിറ്റി. ഉണ്ടായിരുന്ന റീഡിങ് എത്രയാണ്, 55 ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ODIC ഹീറ്റ് അടിച്ചിട്ടുണ്ട്, നെറ്റ്വർക്കിൻ്റെ മോഡം ഫിമർ ഇല്ല. ഈ 2 കംപ്ലൈൻ്റ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ODIC ഹീറ്റ് അടിച്ചത് എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും, മോഡം ഫിമർ പോയതാണ്. കസ്റ്റമർ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇവിടെയും ഫ്ലെക്സ് ഇട്ട് ഹീറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മൈൻഡിൽ വരാവുന്ന സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന് ഹീറ്റ് കൊണ്ടപ്പോൾ ചിലപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ബോളുകൾ തമ്മിൽ ലീക്കേജ് ആയതാവാം, ഷോർട്ട് ആയതാവാം, എന്തെങ്കിലും ആയിരിക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ബേസ് ബാൻഡ് പവർ നമ്മൾ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തിട്ടും എന്താണ്, ഇവിടുത്തെ ലീക്കേജ് സ്റ്റിൽ സെയിം തന്നെയാണ്. പിന്നെയുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ODIC-യിലേക്ക് പവർ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ODIC-യിലേക്ക് എന്ത് പോകുന്നില്ല, VDD മെയിൻ പോകുന്നുണ്ടോ, റെഡ് ഏതെങ്കിലും കത്തുന്നുണ്ടോ, ഇല്ലല്ലോ.
ഉണ്ടോ? ഇല്ല. 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 മാത്രമല്ല ഓഡിയോ എന്താണ് വർക്കിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്ത് നോക്കുക, അതും ചെക്ക് ചെയ്ത് നോക്കി ഓഡിയോ വർക്കിംഗ് ആണെന്നുള്ളത്. അപ്പം പിന്നെ ഇതിന് നമ്മൾ എന്ത് ചെയ്യണ്ട, സംശയിക്കേണ്ട ആവശ്യമില്ല. പിന്നുള്ളത് ബേസ് ബാൻഡ് CPU ആണ്. CPU എന്തില്ല, VDD മെയിൻ വരുന്നില്ല. അപ്പം പിന്നെ ഇതിനെ കൊണ്ട് എന്താവാനുള്ള ചാൻസ് ഇല്ല, ലീക്കേജ് ആവാനുള്ള ചാൻസ് ഇല്ല. ഉണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ 7+ന് പൊതുവെ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് എന്ത്, 2GPA കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് റിമൂവ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയോ? ആ. ഓക്കെ. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ചെയ്യാൻ എന്ത് ചെയ്യും, എല്ലാവർക്കും പറ്റും. അപ്പോൾ ഈ ODIC ചെയ്തത് കൊണ്ട് VDD മെയിൻ ലീക്കേജ് വരുമെന്ന് ODIC ഊരേണ്ട ആവശ്യം ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു വരാത്ത കാരണം എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓൾറെഡി ഇതിലേക്ക് VDD മെയിൻ വരുന്നില്ല, അതുകൊണ്ട് ഇതിലേക്കുള്ള ചാൻസ് കുറവാണ്. ODIC നമ്മൾ എന്ത് ചെയ്തു, ചെക്ക് ചെയ്യുകയും ചെയ്തു. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. ഓക്കെ, ഉം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക, ഇനി ഇത് റീബോൾ ചെയ്തില്ല. ഒരു 12 Pro ഒരു ഡെഡ് വന്നിട്ടുണ്ട്. അത് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു വന്നത്, പക്ഷേ അത് അയച്ചു നോക്കിയപ്പോൾ അതിമൊന്നും ചെയ്യാനില്ല, ഒക്കെ ചെയ്ത്. അതുകൊണ്ട് അത് ഒഴിവാക്കിയത്. മൊത്തം റീവർക്ക് ചെയ്തേക്കണം. അത് വെള്ളത്തിൽ വീണതാണെന്ന് തോന്നുന്നു. ബോർഡ് തീരെ വൃത്തില്ല. അപ്പോൾ നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കിയിട്ട് കാര്യം. അപ്പോൾ റീബോൾ ചെയ്യാൻ അറിയാത്ത ആരുമില്ലല്ലോ? സ്റ്റെൻസിൽ. അപ്പൊ ഇത് ഏതിന്റെ ബോർഡാ? ഇന്റല ഗോൾക്കോമോ? മനസ്സിലായിക്കണ ഏതാന്ന്? പറഞ്ഞില്ലേ, ഏ ഇന്ത്യയിൽ പറഞ്ഞായിരുന്നല്ലോ. ആ ഓക്കെ. ഇന്റൽ ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയൊരു ചിപ്പാണ് വരിക. അതാണ് ഇന്റൽ. ആഷിഫ് ഉണ്ട് അതില്? ആഷിഫ് വശിഫു. പുതിയ PPT ആട്ടാ. ലിക്വിഡ് നല്ല കൂടുതലാണ്. ഇതിന്റെ പൊസിഷൻ എന്ത് ചെയ്ത് നോക്കുക. പൊസിഷൻ നോക്കാൻ A1 AC എടുക്കാൻ നോക്കിയാൽ മതി. അതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഇത് ക്ലാരിറ്റി ഇല്ല ഇത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തു? ഊരിട്ട്. ഇനിയിപ്പോ ഇതിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ചെയ്യുമ്പോഴും സംഭവിക്കാവുന്ന കംപ്ലൈന്റുകൾ എന്തൊക്കെയാണെന്ന് കൂടി പറഞ്ഞുതരാം. ഒന്ന്, ODIC ചെയ്യുമ്പോൾ അതിന്റെ നെറ്റ്വർക്ക് പോവുക, ചിലപ്പോൾ അതേപോലെ ഇപ്പൊ കണ്ടമാതിരി ലീക്കേജ് ആവുക. രണ്ട്, മൂന്നാമത്തെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ടാപ്റ്റിക് എഞ്ചിന് വർക്ക് ആവാതിരിക്കുക. ടാപ്റ്റിക് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓമ്പട്ടം നിൽക്കുന്ന സമയത്ത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? അത് വർക്ക് ആവാതിരിക്കുക. പിന്നെ നാലാമത്തെ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓൺ ആവാതിരിക്കുക. ഒന്ന്, ഓഡിയോ വർക്ക് ആവാത്ത കംപ്ലൈന്റ് വന്നു, റിപ്പയർ ചെയ്യുമ്പോൾ വരാവുന്ന കംപ്ലൈന്റ് അഡീഷണലി ഒന്ന് ടാപ്റ്റിക് എഞ്ചിൻ വർക്ക് ആവാതിരിക്കുക, രണ്ടാമത് ബേസ് ബാൻഡ് എടുക്കാതിരിക്കുക. അതായത് ബേസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് എടുക്കാതിരിക്കുക. മൂന്നാമത് ഇപ്പോൾ പറഞ്ഞ മാതിരി ലീക്കേജ്, അത് ചിലപ്പോൾ ഇതിനെ കൊണ്ട് വരുന്നതല്ല, അത് ഓൾറെഡി ഉള്ളതാണ്. ഇനി ഇതിന്റെ കേസ് കൂട്ടുകയാണെങ്കിൽ ലീക്കേജ്. അഞ്ചാമത്തെ കംപ്ലൈന്റ് സെറ്റ് എന്തായി പോവുക? ഡെഡായി പോവുക. ഡെഡായി പോകുന്ന പറഞ്ഞാൽ CPU ഡ്രൈ ആയിട്ട് ഡെഡായി പോവുക. ആറാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ റീസ്റ്റാർട്ട് ആയി പോവുക. എന്തായി പോവുക? ലോഗോ റീസ്റ്റാർട്ട്. സെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ആപ്പിൾ ലോഗോ വന്നിട്ട് റീസ്റ്റാർട്ട് ആയി പോവുക. ഇത്രയും കംപ്ലൈന്റുകൾ ഇതിനെന്ത് ചെയ്യും? വരും അർത്ഥം. മനസ്സിലായോ? ചെയ്യണോ വിചാരിച്ച് എടുത്തു വെച്ച് എന്റെ എങ്ങനെ ഇന്ന് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തു വെച്ചിരിക്കും. സാറെ ചിരി തന്നെ ഉണ്ടല്ലോ. ഇത്രയും കംപ്ലൈന്റ് ആണ് ഒരു ODIC ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ സൊല്യൂഷൻ ഉണ്ട്, പഠിച്ചാൽ മതി. സിമ്പിളാണ്. മൈക്രോസ്കോപ്പ് നോക്കിക്കോളി. അതായത് ഇതിൽ കാണുന്ന ഇതാണ് ഇതിന്റെ ODIC. ഈ ലീക്കേജ് വരിക എന്ന് പറയുമ്പോൾ ODIC ഊറിന സമയത്ത് ചിലപ്പോൾ ചെറിയ പൊട്ടോ സ്ക്രാച്ച് എന്തെങ്കിലും കൂടി കഴിഞ്ഞാൽ സെറ്റ് ലീക്കേജ് ആവും, ഭയങ്കരമായിട്ട് സെറ്റ് ഹീറ്റ് ആവുന്നത് കാണാം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ODIC റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ കേസ്, ടാപ്റ്റിക് എഞ്ചിൻ വർക്ക് ആവാത്ത കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ചിപ്പ് ഉണ്ടല്ലേ, കണ്ടോ? ഇതിനെ കൊണ്ടാണ് ആ കംപ്ലൈന്റ് വരിക. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് റീബോൾ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തീരും. പിന്നെ സെറ്റ് ഡെഡായി പോവുക. ഡെഡായി പോകുന്നതിന് ഇവിടെ കൂടുതൽ ഹീറ്റ് ആയിക്കൊണ്ടിട്ട് ഹീറ്റ് ആയതിനു ശേഷം രണ്ട് രീതിയിലാണ് സെറ്റ് ഡെഡായി പോവുക. ഒന്ന് EMMC ഡെഡായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ നാൻഡ് ഡ്രൈ ആയിട്ടും, രണ്ടാമത് CPU-ന് ഓവർ ഹീറ്റ് ആയിട്ടും. ഓക്കെ, അതിന് CPU-ലേക്ക് ഹീറ്റ് ആയിട്ടുള്ള കംപ്ലൈന്റ് ഒരു 99% അല്ലെങ്കിൽ 90% നമുക്ക് ഒഴിവാക്കാം. പക്ഷെ ഒരു എന്താ പറയുക, തീരെ നോളജ് ഇല്ലാത്ത ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിക്കോളും? പടായിപ്പോയിക്കോളും. ഇനി അതല്ല, മോഡം ഫീവർ ഇല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ ബേസ് ബാൻഡ് CPU എന്ത് ചെയ്താൽ മതി? റീബോൾ ചെയ്തിട്ടാൽ മതി. അത് നമുക്ക് ഇപ്പോൾ നോക്കി നോക്കാം. അതേപോലെ തന്നെ ലോഗോ റീസ്റ്റാർട്ടോ സെറ്റ് ഡെഡോ വരികയാണ് എന്നുണ്ടെങ്കിൽ പിന്നുള്ളത് ഇതിന്റെ EMMC ആണ്. EMMC നമ്മൾ പണ്ട് 6 ചെയ്ത ഓർമ്മ ഉണ്ടല്ലോ, ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം റീബോൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സോൾവ് ആയിക്കോളും. ഇത്രയാണ് ഒരു ODIC ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ വരാവുന്ന കംപ്ലൈന്റ്. അത് എക്സ്പേർട്ട് ആവുന്നതിനനുസരിച്ചിട്ട് കംപ്ലൈന്റ് റേഷ്യോ എന്ത് ചെയ്തോളും? കുറഞ്ഞോളും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? സാധാരണ രീതിയിൽ നമുക്കിത് ഓണാക്കി നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളെ വിശ്വാസം തെറ്റോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ ഓണാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ കേസ് അത് 55 ആയത് കൊണ്ടാണ് മോഡം ഫീവർ പോയത് എന്നുണ്ടെങ്കിൽ എന്തായിക്കോളും? ഈ ഇപ്പോൾ സെറ്റ് റെഡി ആയിട്ട് ഉണ്ടാവും.
മനസ്സിലാവണ്ട? മനസ്സിലാവണ്ട? ടൂ ജി ഷോട്ട് ആണെങ്കിൽ ബേസ് ബാൻഡ് പോവും അങ്ങനെ. അങ്ങനെ പോയിട്ടില്ല ഇതുവരെ അങ്ങനെ ലീക്കേജ് വന്നാലും നെറ്റ്വർക്ക് അല്ലെങ്കിൽ നോ സിം കാണിക്കലുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളതൊന്നും അങ്ങനാണ്ട് കെയർ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കംപ്ലൈന്റ് വരുമ്പോഴല്ലേ നമ്മളതൊക്കെ നോക്കുള്ളൂ. സാധാരണ രീതിയിൽ 2GPA രണ്ട് രീതിയിലാണ് 2GPA കംപ്ലൈന്റ് ആവാറുള്ളത്. ഒന്ന് ഫുൾ ഷോട്ട് ആയിട്ട് സെറ്റ് ഓൺ ആവാത്ത കണ്ടീഷനും, ഒന്ന് ലീക്കേജ് ആയിട്ട് സെറ്റ് ഓൺ ആവുന്ന കണ്ടീഷനും. അപ്പോൾ ഓൺ ആവുന്ന കണ്ടീഷനിൽ പൊതുവെ ലീക്കേജ് ഉണ്ടാവുന്ന സമയത്തും സിം വർക്കായിട്ടും കസ്റ്റമർ കൊണ്ടുവരാറുണ്ട്. അതായത് ഹീറ്റ് ആവുന്നുണ്ട് എന്നുള്ള കംപ്ലൈന്റിലാണ് കൊണ്ടുവരാറ്. അപ്പോഴത്തെ സമയത്തൊക്കെ നോ സിം എടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? പിന്നെ ഇതിപ്പോ ഇങ്ങനെ ഒരു എന്താ ODS ചെയ്തതിന് ശേഷം ബേസ് ബാൻഡ് പോയതിന്റെ ശേഷം സെറ്റ് ലീക്കേജ് ആവുക, ഇതിങ്ങനെ നമ്മളെ മുന്നിൽ അങ്ങനെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അന്ന് അതങ്ങനെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരണോണ്ട് നമ്മൾ ആ ഒരു മെത്തേഡ് കൂടെ അങ്ങനെ ആലോചിച്ച് പോവുകയാണെന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇത് 2GPA ഷോർട്ടായി ഇത് കഴിഞ്ഞാലും ഇത് പോകില്ല ഇല്ല എന്നുള്ളതൊക്കെ. ഇത് സെർച്ചിങ് തന്നെയാണുള്ളത്. അപ്പൊ എന്തായിട്ടില്ല? റെഡി കണ്ടോ? സെർച്ചിങ് കാണുന്നുണ്ടോ? സാധാരണ രീതിയിൽ എന്താവും? നോ സിം എന്നാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്ത് നോക്കാം, സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയിട്ട് എബോട്ടിൽ എന്ത് ചെയ്യുക, മോഡ് ഓഫ് ഫിവർ ഉണ്ടോ നോക്കുക. എന്തില്ല? മോഡ് ഓഫ് ഫിവർ ഇല്ല. അപ്പോ അത് നോക്കുക. ഇനി നമ്മൾ അടുത്ത എന്ത് ചെയ്യുക? അടുത്തത് ബേസ് ബാൻഡ് CPU ഊരുക, റീബോർഡ് ചെയ്തിടുക. ഒരു 2000 റുപ്യ 1500 വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക. ഇനി അതല്ല, പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓഫർ ഇട്ട് കണ്ട് എന്ത് ചെയ്യുക, പഠിക്കണ വരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുൾ കോൺഫിഡൻസിന് എന്ത് ചെയ്യുക, ചെയ്യുക. മനസ്സിലായോ? എന്ത് ചെയ്യുക, ചെയ്യുക. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണ്ട, ഐഫോൺ വർക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ അതിന് 10,000 വാങ്ങുന്നതിന് വാങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു കസ്റ്റമർ പോകാത്ത രീതിയിൽ മാന്യമായ റേറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കസ്റ്റമർ വർക്ക് പഠിക്കും ചെയ്യുക, അതും ചെയ്യുക. കസ്റ്റമർ സെറ്റ് ഡെഡ് ആക്കാതെ നോക്കണേ. ലാസ്റ്റ് ഓൺലൈൻ ക്ലാസ് എടുത്തതിന് ശേഷം സെറ്റ് ഫുള്ള് ഡെഡ് ആണെന്ന് അറിയരുത്. റേറ്റ് കുറച്ച് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ വന്ന് പൊക്കും. എങ്ങനെ? റേറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാലേ ആ അസോസിയേഷൻ വന്ന് പൊക്കൂന്ന്. അല്ല നിങ്ങൾക്ക് അല്ല, അത് അസോസിയേഷൻ നിങ്ങൾ അങ്ങനെ ഇത് ചെയ്യണ്ടല്ലോ, ഫുള്ളായിട്ട് ചെയ്യാനല്ലല്ലോ പറഞ്ഞത്. ഏതെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞ പ്രൈസിൽ ഓക്കെ ആവണില്ല എന്നുണ്ടെങ്കിലേ, കാരണം അത് നിങ്ങളെ മനസ്സിലായി. നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അതെ. വേറൊന്നിനില്ലല്ലോ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ക്യാഷ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ബോർഡൊക്കെ വാങ്ങിയിട്ട് ചെയ്യണം. അപ്പൊ അത് അസോസിയേഷന് ഒന്നും അത്ര സ്ട്രോങ് ഒന്നുമല്ല, പലയിടത്തും പല റേറ്റ് തന്നെയാണ്. അതിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഒരു കോംബോ വിറ്റ് കഴിഞ്ഞാൽ 1000 റുപ്യ കിട്ടും എന്നുള്ളത് ഒരു വിശ്വാസം. എന്താ പറയാ, ഈ ഇതിന്റെ ഒരു വിഷയം, അതായത് കണക്കിൽ വളരെ വീക്ക് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്, അവർക്കുള്ള പ്രശ്നമാണത്. കുറെ കണക്ക് പഠിക്കാനുണ്ടാവും. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. കിട്ടണ മൊത്തം ലാഭമാണ് എന്നുള്ള ചിന്താഗതിയുള്ള കുറെ ആൾക്കാരുണ്ട്. ഓർക്ക് മറ്റുള്ള അതാണ് ഏറ്റവും വലിയ വിഷയം വരുന്നത്. എല്ലാവരും ഇവിടെ നമ്മൾ പല സർവീസും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പുറത്ത് അത്രല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു, ഞാൻ അപ്പുറത്ത് പോയി ചെയ്തോളി അറിയും. അപ്പുറത്തെ ആള് ശരിക്കും എന്തുണ്ടാക്കണില്ല എന്ന് പറഞ്ഞാ PNL റിപ്പോർട്ട് നോക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇതിലിപ്പോ എല്ലാവർക്കും പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ നോക്കാൻ അറിയോ? നിങ്ങൾ പറഞ്ഞതില് നമുക്കൊരു നല്ലൊരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്തിങ്ങനെ നോക്കി നിൽക്കും. കുറച്ച് ദിവസമായിട്ട് കടയൊക്കൊന്നും പോയിട്ടില്ല. PNL റിപ്പോർട്ടും അതേപോലെ തന്നെ ഡയലി വരുന്ന റിപ്പോർട്ടും എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 15 മിനിറ്റ് നിങ്ങൾ നോക്കുന്നത് ഒരു ഹാബിറ്റ് ആക്കി നിങ്ങൾ മാറ്റണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ,
അതേപോലെ ഒരു ടാർജറ്റും ഇന്നൊരു 10,000 റുപ്യ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ടാർജറ്റ് എത്തണം എന്നുള്ളത്. നെറ്റ് പ്രോഫിറ്റ് ആണ്, അല്ലാതെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്, അല്ലാതെ നെറ്റ് പ്രോഫിറ്റ് അല്ല, Net profit അല്ലെങ്കിൽ അല്ല. ടോട്ടൽ സെയിലല്ല. ഗ്രോസ് പ്രോഫിറ്റ് ഒരു 10,000 റുപ്യ എത്തണം എന്നുള്ളത്. 10,000 റുപ്യ ഗ്രോസ് പ്രോഫിറ്റ് എത്തിയ മാസം 3 ലക്ഷം റുപ്യ ലാഭമായി. റണ്ണിങ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ പോലും 2 ലക്ഷം റുപ്യ ഉണ്ടാവും. അപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കും, ഈ കോംബോക്ക് 800 ഇട്ടതുകൊണ്ടാണ് എനിക്ക് ഇന്ന് 9,800 ആയത്. ആ ഡിസ്കൗണ്ടിലേക്ക് 200 കൊടുക്കണ്ടീനാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അത് വേണം. ഇത് നിങ്ങൾക്ക് വ്യൂ തരണം എന്നുണ്ടെങ്കിൽ Okay. വർഷത്തെ കണക്കെടുക്കുകയും ചെയ്താൽ മതി സാറേ. ആദ്യം 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 ഓരോ ദിവസത്തെ കണക്ക് വേണം, എന്നിട്ടല്ലേ വർഷത്തെ കണക്ക്. ആദ്യം ഓരോ ദിവസത്തെ കണക്ക് കൊടുക്കണല്ലോ, എന്നാലേ വർഷത്തിൽ കൂട്ടാൻ പറ്റുള്ളൂ. ശരിക്കൊന്നുമില്ല, നമ്മളെ കയ്യിലുള്ള എക്സലിന്റെ ഷീറ്റിൽ ഇപ്പൊ കുറെ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതില് കറക്റ്റ് എല്ലാ ദിവസവും ആ ഡാറ്റ എൻട്രി കൊടുത്തു കഴിഞ്ഞാല് മാസം 31 കഴിഞ്ഞോട് കൂടി PNL ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ കൂടുതൽ എക്സ്പെൻസ് വരുന്നത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഭാഗമാണെന്നുള്ളതൊക്കെ നോക്കി 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 കട്ട് ചെയ്ത് കൊണ്ടുപോകാം. കമ്പന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എന്ന് പറഞ്ഞത് പ്രോഫിറ്റിലല്ല, എക്സ്പെൻസ് കട്ട് ചെയ്യുന്നതിലാണ്. അപ്പൊ എക്സ്പെൻസ് മാക്സിമം കുറക്കാൻ പറ്റുമോ, ലാഭം ഉണ്ടാക്കാം. ജസ്റ്റ് നോട്ടിൽ എഴുതാനുള്ള ഒരു മൈൻഡെങ്കിലും ഉണ്ടാകണം. ഇപ്പോഴൊക്കെ നോട്ടിലൊക്കെ എഴുതണ ഈ മൊബൈൽ ഫോൺ ടെക്നീഷ്യന്റെ പരസ്യം എങ്ങനെ അറിയാം നിങ്ങൾക്ക്? അത്യാധുനിക ടെക്നോളജികൾ പഠിക്കാന്ന് പറഞ്ഞ നിങ്ങള് നോട്ട്ബുക്കിൽ എങ്ങനെ കണക്ക് എഴുതുന്നത് കണ്ടു കഴിഞ്ഞാൽ കസ്റ്റമർ മിനിമം എഡ്യൂക്കേറ്റ് ചെയ്ത് ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ടെക്നോളജി പഠിച്ച നിങ്ങൾ ഇപ്പോൾ പേപ്പറിലാണ് ചോദിച്ചില്ലേ? എപ്പാ പോവാന്ന് പറയാൻ പറ്റില്ല സിസ്റ്റം. ചോദിക്കൂലേ? പിന്നെ പെന്നും പേപ്പറൊക്കെ പോയി. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെ അവിടെ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിക്കടാ. ഞാൻ നമ്മളെ ചെക്കന്മാരോട് എപ്പോഴും പറഞ്ഞതാണ്, നോക്കിയന്റെ ചെറിയ സെറ്റൊക്കെ വരും 105 പോലത്തെ, ആകെ ഒരു ഐസി ഉണ്ടാവുള്ളൂ, അതിന് 1-2 ഐസിൽ ഉണ്ടാവുള്ളൂ. അത് റെഡി ആവില്ല എന്നറിയാണ്ട് പോലും എന്ത് ചെയ്യും, ചിലപ്പോൾ റിട്ടേൺ കൊടുക്കും. ഈ കീപ്പാഡിന്റെ പ്രശ്നം എന്തെങ്കിലും കാര്യം ചിലപ്പോൾ റിട്ടേൺ കൊടുക്കും. അപ്പൊ നമ്മൾ പറയും, ഞാനൊക്കെ ഒരു കസ്റ്റമറായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിന് ആകെ 2 ഐസിയേ ഉള്ളൂ, അത് റെഡിയാക്കാൻ പറ്റാത്ത നിങ്ങളാണെങ്കിൽ മറ്റുള്ള റിപ്പയർ ചെയ്യണമെന്നുള്ളത് നമ്മൾ ചോദിക്കും. ആകെ 2 ഐസിലുള്ള ടൈമേ അത് റെഡിയാക്കാൻ നെറ്റ്വർക്കും നിങ്ങൾ പിന്നെ എങ്ങനെ മറ്റുള്ള സെറ്റ് റെഡിയാക്കുക എന്നുള്ളത്. അപ്പൊ അത് ശരിയാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മറ്റുള്ളതും ടാസ്ക് ആവും. ഇത് ഇപ്പൊ ഇവിടെ ഒരു ഗോൾഡ് കളർ ഇവിടെ വന്നു കണ്ട, ഇതിപ്പോ സ്ക്രാച്ച് ചെയ്തെടുത്തുള്ള പ്രശ്നം മാത്രല്ല, ഈ ബ്ലേഡ് ഇന്നലെ ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി നല്ല എന്ത് ചെയ്യുന്നു ഷാർപ്പ് ചെയ്തായിരുന്നല്ലേ? അപ്പൊ അതിന്റെ ഓർമ്മ ഉണ്ടായിട്ടില്ല. ഇവിടെ വേറൊരു ബ്ലേഡ് ഞാൻ കൊടുന്നു വെച്ചു. കട്ടായ ബോർഡ് പ്രിന്റ് ഇല്ല, അവിടെ ആ സൈഡിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രിന്റ് ഒന്നും ഇല്ല. അത് ഈ കമ്പോണന്റിന്റെ ഇടയിൽ കയറാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റർ ഇളകാതെ ഗമ്മ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് നമ്മളെ കട്ടർ വെച്ചിട്ട് നല്ല ഗ്രൈൻഡ് ചെയ്ത് ഷാർപ്പാക്കി. അപ്പൊ അതുകൊണ്ട് നല്ല മൂർച്ച. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കട്ടാവാതെ നോക്കണം. ഇനിയിപ്പോൾ എടുത്തോണ്ടിരണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം. തൽക്കാലം പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഇതിന്റെ എഡ്ജിൽ ഒരിക്കലും ഓവർ പ്രഷർ കൊടുക്കരുത്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്ത് ഇതിന്റെ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും ആവരുത്. നിങ്ങൾക്ക് ഒരു 240 എയറിലിട്ടിട്ട് എന്ത് ചെയ്യുക, ഈ സൈഡിൽ കാണുന്ന ഗമ്മുകൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പുറത്ത് CPU ഉണ്ട് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട. കുറച്ചേരം ഈറ്റ് വെക്കുക, ഈറ്റ് വിടുക, ഈറ്റ് വെക്കുക, ഈറ്റ് വിടുക, അങ്ങനെ ചെയ്താൽ മതി.
ഇത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഇതിലാരും. ഞാനന്ന് ഓഡിയോസ് ചെയ്ത് ഇതുപോലെ ബേസ് ബാൻഡ് എററായി. കൊടുത്ത് അപ്പൊ ഒരാളത് ചോദിച്ചപ്പോ ഇതുപോലെ CPU എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോ മൊത്തം പോയി. റെഡായി. എന്തായി തീരുമാനം. ടെൻഷൻ പോയില്ലേ? വേറത്തെ പോയിട്ട് റെഡി ആവുന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ. ഞാൻ ഇതിന്റെ ബ്ലേഡ് മാറ്റട്ടോ 10 മിനിറ്റ്. ഈ സാധനം വലിക്കുമ്പോൾ ഒരിക്കലും CPU അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഇതിമൊന്നും കൊണ്ടിട്ട് സ്ക്രാച്ച് ആവരുത് കേട്ടോ. മനസ്സിലായോ? സാറേ, ഈ ശ്രദ്ധിച്ചിട്ട് വേണം. ബ്ലാക്ക് ഗ്ലൂ റിമൂവർ ഉണ്ടല്ലോ ഈ ആ മെക്കാനിക്കിന്റെ ഒക്കെ, അതിട്ട് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? അത് ഞട്ട് നോക്കിയിട്ടില്ല പ്രശ്നം ഉണ്ടോ എന്നുള്ള. അത് ഇവിടെ ഇടാനുള്ള ഇവിടെ ഇട്ട് കാര്യം ഉണ്ടാവോ? ഇത് CPU ഒക്കെ അടിയിൽ നിന്ന് കുറച്ചേരം ഇട്ട് റിമൂവ്. കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയി കിട്ടും. അത് പെട്ടെന്ന് വരും തോന്നുന്നു. അല്ല ഇത് വലിയ ടാസ്ക് ഒന്നുമില്ല. ഇത് പെട്ടെന്ന് പൂർണ്ണ ഇത് തന്നെയാണ് ഇത്. ഓക്കെ. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ടിൽ ഒരിക്കലേ ഇപ്പോൾ വരുള്ളൂ. സ്ഥിരമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഒരു സമയത്ത് ഇതന്നെ ചെയ്യില്ലേന്ന് പണി. ഇപ്പം എനിക്ക് തോന്നുന്നത് ചെയ്തിട്ടിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ചെയ്തിട്ടില്ല. ഈ കപ്പാസിറ്റർ ഒക്കെ ഇളകി എന്നുണ്ടെങ്കിൽ അടുത്താണ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് ഇളകും ഈ ഒരു ഏരിയ. ഇത് പിന്നെ അത്ര വലിയ റിസ്ക് ഉള്ളതൊന്നുമല്ല. ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് ജസ്റ്റ് ഒന്നാണ്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു മണിക്കൂറായില്ലേ?
ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഐഫോണിന്റെ ഏത് മോഡൽ ബേസ് ബാൻഡ് ഇത് വന്നു കഴിഞ്ഞാലും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവൂല. അത് മനസ്സിലാവുന്നുണ്ടോ? ആ ആ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന മാതിരി അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കുക. അവിടെ ഒരു സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വിഷയങ്ങളാണ്. അല്ലാതെ താന്നിട്ട് വെറുതെ ഈ രണ്ട് കമ്പോണന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തുടക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കപ്പാസിറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഐ സി പൊക്കാവുന്നതാണ്. ശരിക്കും അത് ഊരാൻ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ പൊക്കിയാലും എന്ത് ചെയ്യും, നമ്മൾക്ക് ഊരില്ല, അങ്ങനെ ആ സൈഡിൽ നിന്ന് തന്നെ പൊക്കിയിട്ട് ഊരാണ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇതാവും നിങ്ങൾക്ക് നന്നാവുക. ഈ സൈഡിൽ നിന്ന് ഈ രണ്ട് കമ്പോണന്റ് എന്ത് ചെയ്യുക, ഊരെടുത്തിട്ട് ഇതിനുള്ളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, തിക്കിയിട്ട് എടുത്താൽ മതി. തുടക്കത്തിൽ ഫസ്റ്റൊക്കെ അത് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, പൊക്കി ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ പൊക്കി എടുക്കാവുന്നതാണ്. വിഷയങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ റിസ്ക് എന്ത് ചെയ്യണ്ട, ഇപ്പോൾ എടുക്കണ്ട. നിങ്ങൾ സാധാരണ ഇങ്ങനെയൊക്കെ പൊക്കി കുറേ കപ്പാസിറ്റർ ഇങ്ങനെ തട്ട് ചെയ്യുകയാണ്. അതിൻ്റെ കൂടുതൽ ഇപ്പോൾ ഒരു കപ്പാസിറ്ററും കൂടിയല്ലേ. അത് പിന്നെ കപ്പാസിറ്റർ എന്ത് ചെയ്താൽ മതി, അത് വെച്ചു കൊടുത്താൽ മതി. പല രീതിയിൽ ചെയ്യാം. ഇതിനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള ബോർഡ് സ്റ്റാൻഡ് ഇപ്പോൾ ഇതായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് വെച്ചിട്ട് ചെയ്യുന്നു. വേറെ ബോർഡ് സ്റ്റാൻഡിന് കൈമ വെക്കുക. ഹീറ്റിന്റെ പ്രശ്നം തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഇതേപോലെ പേപ്പർ ഉപയോഗിച്ചിട്ട് ഹീറ്റിന്റെ അബ്സർവേഷൻ, ഇത് നല്ല ഹീറ്റ് വലിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ വെച്ചതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാറ്റും എങ്ങനെയാണോ സൗകര്യം അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ക്ലിയറായോ? ഓക്കെ. ടിഷ്യൂ വെച്ചാൽ ഹീറ്റ് എങ്ങനെയാന്ന് പറഞ്ഞ് അത് ഈ ബോർഡ് സ്റ്റാൻഡ് ചിലത് ഹീറ്റ് തന്നെ വലിച്ചെടുക്കല്ലോ, ഇരുമ്പിന്റെ അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ, അതിൽ പെട്ടൊരു സാധനമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പേപ്പർ ഇട്ടു എന്നുള്ളൂ. ആ വേറെ പണി ഉള്ളൂ. ഓക്കെ. ഇത് ഫസ്റ്റ് ഊരുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് നേരം വേണമെന്നൊന്നും ഇല്ലല്ലോ ആർക്കും, ഒരാളുടെ കുഴപ്പമില്ല. 20 ആൾക്കാരോ 50 ആൾക്കാരല്ലോ. സുൽത്താൻ കൈബറിനെ കണ്ടിട്ട് തന്നെ കുറെ കാലമായി, 6 മാസമായിട്ട് ആയതുകൊണ്ട്. ഇത് ഊരുമ്പോ വരാവുന്ന പ്രശ്നങ്ങൾ അങ്ങോട്ട് കേൾക്കാൻ, എന്നിട്ട് ഊരിനാന്ന് തീരുമാനിച്ചോളി. ഒന്ന്, ഇത് പൊട്ടിപ്പോവാ, ബേസ് ബാൻഡ് CPU പൊട്ടിപ്പോവാ. പടച്ചോന് പൊട്ടിപ്പോവും, പൊട്ടിപ്പോവും. സെൻട്രലിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ട് പോകും. രണ്ടാമത്തത്, നിങ്ങൾ അത് ഊരുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ്. കാരണം CPU പോവോ ഈറ്റ് കുറെ നേരം ആയല്ലോ എന്നുള്ള ഒരു ചിന്താഗതി വരുന്നത് കാരണം എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ധൃതി കൂട്ടിയിട്ട് പൊക്കുമ്പോൾ പ്രിന്റ് മൊത്തം പോവാ.
ഈ രണ്ട് കേസാണ് ഇതിന് കൂടുതലും വരാറുള്ളത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് റീബോൾ ചെയ്തിട്ട് റെഡി ആയിട്ടില്ല എന്നെങ്കിൽ സി പി കൂടെ റീബോൾ ചെയ്യണം എന്നാണ് വിചാരിച്ചാൽ മതി, പ്രശ്നം തീർന്ന്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അല്ല, അപ്പൊ നമുക്ക് സമാധാനത്തിൽ ഊരാല്ലേ, പോയി കഴിഞ്ഞാൽ അപ്പൊ അതും കൂടി ചെയ്യാനുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സാവധാനം എന്ത് ചെയ്ത് ഊരാൻ മതി. ഏകദേശം ഒരു 10-50 സെക്കൻഡ് ആകുമ്പോഴേക്കും അതിങ്ങനെ പോന്നോളും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ബോർഡുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇപ്പം ഇതിന് ഗം അത്ര വലിയ സ്ട്രോങ് ഒന്നല്ല, വളരെ സിമ്പിളായിട്ട് തന്നെ പോരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബേസ് ബാൻഡ്. ഇപ്പോൾ നമ്മളൊരു ഓഡിയോ IC റിപ്പയർ ചെയ്യുമ്പോൾ ഒരു 6-7 കംപ്ലൈൻറ്റ് പറഞ്ഞ് അതിൽ ബേസ് ബാൻഡ് CP ചെയ്യുമ്പോഴുള്ള 2 മേജർ വിഷയങ്ങളാണ്. ഒന്ന്, നമുക്ക് എക്സ്പീരിയൻസ് കുറവില്ലാത്തതുകൊണ്ട് പ്രിന്റ് ധാരാളം പോവുക, അത് ഇട്ട് കൊടുക്കാന്ന് വെക്കുക. രണ്ടാമത്തെ കേസ്, നമ്മൾ പൊക്കുന്ന സമയത്ത് ആ തിക്ക് ചെയ്യണ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പൊക്കി നോക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, പൊട്ടും. അപ്പോൾ അതും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇത്രയും കേസുകൾ. ഇനി അടുത്തത് സാധാരണ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യണം അതേപോലെ, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് പല രീതിയിൽ പല മോഡലുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പയർ ചെയ്യാം. ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ PPD ഉപയോഗിക്കുക. ഞാൻ പിന്നെ PPD ഉപയോഗിക്കാറില്ല, കാരണം PPD അവിടെ ഇതാക്കിയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് പരക്കണ കാരണം നമ്മൾ എന്ത് ചെയ്യും, ലെഡ് ആണ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് ഉപയോഗിക്കാം. ഇവിടുന്ന് 3 പോയില്ലേ?
ഇതിൽ കുറേ പ്രിന്റ് പോയ മാതിരി തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഇതൊക്കെ എൻ സികളാണ്. ഇന്ന് ഇളകിയിട്ടുണ്ട്. ഇത് ഗ്രൗണ്ട് ആവും. പിന്നെ സാധാരണ പോകാൻ സാധ്യതയുള്ള രണ്ട് പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് അധിക സമയത്തും പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രിന്റ് ഒക്കെ പോവുള്ളൂ. ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന പ്രിന്റ് ഉണ്ടല്ലോ, വാലിട്ട് കണ്ട് കാണുന്നുണ്ടോ? വാലുമാരി കാണില്ലേ? ആരുമില്ലേ? പോയാ? അല്ല, ഇതില് കാണുന്നില്ല. ഇതാ ഈ സാധനം ഇവിടെ ഉണ്ടല്ലേ, ഇങ്ങോട്ട് പ്രിന്റ് പുറത്ത് കാണുമല്ലോ ആ സാധനങ്ങൾ. അല്ല, ഇതില് കാണുന്നില്ല. ആ ക്ലാരിറ്റി കുറവ്, ചെറിയ പ്രിന്റ് അല്ല, അതുകൊണ്ടാണ്. ആ, ഓക്കെ. ഇതേപോലത്തെ പിന്നെ വേണ്ട വാല് ഇങ്ങനെ പുറത്തേക്കുള്ള സാധനങ്ങൾ ഒരു അതൊന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ മതി. നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് പ്രിന്റാ പോയത് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്താൽ മതി. ടെൻഷനൊന്നുമില്ല. പിന്നെ ബേസ് ബാൻഡ് ഇങ്ങനെ പോയ സെറ്റുകൾ ഒരിക്കലും എന്ത് ചെയ്ത് സോഫ്റ്റ്വെയർ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. വേറെ ഉണ്ടോ പറഞ്ഞത്? ആ. സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങൾത്തെ വള്ളി കംപ്ലൈൻറ്റുകളൊന്നും വരില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ റിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതേപോലെ ഒരു 13 പ്രോ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ നെറ്റ്വർക്കിൽ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോവർ ബോർഡ് റീബോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അതെന്ത് ചെയ്യണം, സോഫ്റ്റ്വെയർ നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ അത് പിന്നെ നമുക്ക് മെനയാണ് കയറി. എന്തിനാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നതിന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെ അതെന്തുകൊണ്ടാണ് അങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യേണ്ടി വരുന്നത്? ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിക്ക് ഫയൽ, പിന്നെ ലേറ്റസ്റ്റ് ഫയലല്ലേ കയറുക. അപ്പോൾ പിന്നെ മിസ്മാച്ച് വരുന്നതുകൊണ്ടായിരിക്കാം. നീ ഈ ബോർഡ് സ്റ്റാൻഡ് ഈ കൊക്കണ്ട, ഈ കൊക്കണ്ടില്ല, ഇത് കാണണ്ട? ആ. ഇത് നല്ല ശ്രദ്ധിച്ച് വെക്കുക. ഇതിങ്ങനെ തട്ടിക്കാണ് ഇങ്ങനെ ഇങ്ങനെ ആഴി കഴിഞ്ഞാൽ പൊട്ടി രണ്ട് കഷ്ണാവേ. അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചോണ്ടി ഇങ്ങനത്തെ സ്റ്റാൻഡ് ഉപയോഗിക്കുമ്പോഴേ. ഇനി അവിടെയൊക്കെ എന്ത് ചെയ്യാം, PPD ഇട്ട് കൊടുക്കുക.
നെറ്റ്വർക്ക് ഞാൻ പി പി ടി എടുത്ത കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഗമ്മൊക്കെ ആയതുകൊണ്ടാണ്. ഇത് നമുക്ക് ഇവിടെ എന്താണ് അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഒഴിവാക്കണം, അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഇതിൻ്റെ കറുത്ത കളറും കാര്യങ്ങളൊക്കെ പോവാനും പെട്ടെന്ന് ഇതാവാനൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിക്ക് കൊണ്ട് പോന്നോളൂ. ഉപ്പ് പോകാനായാ? ഇതാ ഇത്രക്ക് നമ്മുടെ നിങ്ങൾക്ക് എപ്പോൾ തുറക്കല്? വടകര എത്തിയില്ലേ ഷോപ്പിൽ? വേറെ ക്ലാസ് നേരത്തെ ഒരു 6 ടെമ്പറേച്ചർ ഹൈ വൈഫൈ ആണ് കയറിട്ടോ. വൈഫൈ പതക്കുന്നുണ്ട്. വേഗം എന്താ ഇത് കഴിഞ്ഞിട്ട് ക്യാമറ സെറ്റപ്പ് ഒക്കെ അവിടെ വെച്ചാൽ നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. അവിടെ സ്റ്റക്ക് ഏ അതിന്റെ ബ്ലാക്ക് ഗമ്മൽ ഇങ്ങനെ നോക്കി നിൽക്കാണ്. ആ അതൊന്നുമില്ല, അത് സിമ്പിളാ, പെട്ടെന്ന് പോരും. പിന്നെ പടാവാനൊന്നുമില്ല, നേരായിട്ടിരിക്കും. ഒരു ഡെഡ് സെറ്റ് ഇവിടെ ഉണ്ട്, ടൈമിൽ ഊരിയിട്ട് ഫയലടിച്ച് ടൈം ചെയ്യായി. ആയമ നൂരണ്ടാണ്ട് കൂടിക്കൂടി എന്തത്ത് ഇപ്പൊ ഡെഡ് സെറ്റ്. ഇവിടുന്ന് ഇവിടുന്ന് അത് നോക്കിയിട്ടില്ലോണല്ലേ. അതൊക്കെ പെട്ടെന്ന് പോരുന്ന സാധനങ്ങളാണോ? അത് പ്രശ്നമൊന്നുമില്ല. കുറച്ച് പ്രിന്റ് ചിലപ്പം ഫസ്റ്റായിട്ട് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് പ്രിന്റ് കുറച്ചിട്ട് പോരും, അതിട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ കൂടുതലും ഈ വാല് മാതിരിയുള്ള പേടുള്ളത്, മനസ്സിലായാ? അതെ അതെ. സൈഡിൽ കൂടെ ഇങ്ങനെ ലൈൻ ഇങ്ങനെ വന്നിട്ട് അതിനുള്ളിൽ പോകണം, അപ്പം അത് പെട്ടെന്ന് പോരും, അത് ഇട്ട് കൊടുത്താൽ മതി, സീനൊന്നുമില്ല. കസ്റ്റമർ എന്ന് വന്നതാ? ഇന്നലെ രാത്രി തന്നതാ, ഞാൻ അതും ആലോചിച്ച് ഉറങ്ങി രാവിലെ വന്നിട്ട്. അയ്യോ, അങ്ങനെ വേണം, തുടക്കത്തിൽ അങ്ങനെ വേണം, പ്ലാൻ ചെയ്യണം. ഇന്ന് വന്ന സെറ്റ് നാളെ എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇരുന്ന് അന്നേരമാണ് രാവിലെ സാറ് ക്ലാസ് കൊണ്ട് ഞാനും മൈക്രോസ്കോപ്പിന്റെ മുന്നിൽ സാറാ. ഇത് കഴിഞ്ഞിട്ട് വൈഫൈ എങ്ങനെ മാറാന്നുള്ള ക്ലാസ് ഉണ്ട്, എല്ലാവരും അറ്റൻഡ് ചെയ്തോളി. ഫീസൊന്നുമില്ല, ഫ്രീ ആയിരിക്കും. ആർക്കെങ്കിലും ക്ലാസ് എടുത്ത് കൊടുക്കണോ? ടീച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ അതില്? വലിയ വലിയ പുലികളൊന്നും അണയുമില്ല, അതാണ്. ആരും ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ ആ പോയ പ്രിന്റുകളൊക്കെ മിക്കതും നോ കണക്ഷനും ഗ്രൗണ്ടും ഒക്കെ തന്നെ അല്ലേ? അത് പ്രിന്റ് പോയിട്ടുണ്ട് അവിടെ. മറ്റേ ജഗത്തിന്റെ ഡയലോഗ്, ഈ പരിക്ക് നാണൊക്കെ ആവശ്യമില്ലാത്തെന്ന് അറിയില്ല, അതേപോലെയാണ്. അതേപോലെ ഇന്ത്യക്ക് ഒന്ന് പോകണമൊന്നും ആവശ്യം ഉണ്ടാവില്ല, ഒക്കെ ആവശ്യമില്ലാത്ത. നോക്കിയോക്കാം നമുക്ക്, ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ. സ്കീമാറ്റിക്സ് ഇതിൽ വന്നിട്ട് ഇവിടുന്ന് 1 2 കോർണർ. ഓക്കെ ഓക്കെ ഓക്കെ.
2 3 4 5 6 7 8 9 10 3 4 ആവശ്യമില്ല. ഇതിനൊന്നും ആവശ്യമുള്ളതില്ല, ഒക്കെ ആവശ്യമില്ലാതാണ്. 1 2 3 4 5 6 2 2 3 4 5 6 2 ഇതും നോക്കണം. ശരി, ഇതിലിപ്പോ നിലവില് ഒറ്റ പ്രിന്റും ആവശ്യമില്ല, ഒക്കെ ഗ്രൗണ്ടും NC ഒക്കെ ആയിട്ടാണുള്ളത്. അപ്പോ അത് എന്തായി, സെറ്റായി. ഇപ്പൊ തിരിഞ്ഞിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. ക്ലീൻ ചെയ്യുക, ഐസി ഇടുക, ഓണാക്കുക, കൊടുക്കുക. അപ്പൊ ഇതിന് എന്തൊക്കെയാ മനസ്സിലായത്? വേഗം പറഞ്ഞോളി. യോ ഇത് മനസ്സിലായത് പറഞ്ഞോളി. ഒന്ന് പേടി പാടില്ല എന്നുള്ളത് മനസ്സിലായി. എങ്ങനെ പേടി പാടില്ല എന്നുള്ളത് മനസ്സിലായി. മനസ്സിലായത്? അതെ, ഇന്നിപ്പോ എടുത്ത ക്ലാസ് നമ്മൾക്ക് തോന്നുന്നു മറ്റേ ക്ലാസ്സിലത്തെ ഒരു ഒരു 4 ദിവസത്തെ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞതിപ്പോ. ഇതൊക്കെ മനസ്സിലായി പറഞ്ഞോളി. നിങ്ങൾക്ക് മനസ്സിലായ കേസ് പറഞ്ഞാൽ മതി. പിന്നെ ഒരു കംപ്ലൈന്റ് ഇപ്പൊ വന്നപ്പോ ഇത് ഓഡിയോ ഐസി വന്നോണ്ടാണ് ഷോർട്ട് ആയത് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ. ഓഡിയോ ഐസികൾ കമ്പയർ ആയിട്ട് വരുന്നോണ്ട് ബേസ് ബാൻഡ് പവർ ഷോർട്ട് ആയതാവാം എന്നുള്ള ഒരു റീസൺ. ഷോർട്ട് ആവാൻ കൂടുതലാണ് ഓഡിയോ ഐസി ഹീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റീബോൾ ചെയ്യുമ്പോഴോ മാറ്റിയിടുമ്പോഴോ എന്നുള്ളൊരു ഇത് മനസ്സിലായി. അപ്പൊ അത് ഇപ്പൊ ഈ മോഡലിലാണ് ഇപ്പൊ സെറ്റിൽ ചിലപ്പം ബോർഡിന്റെ പൊസിഷൻ മാറി വരാൻ സാധ്യത ഉണ്ടെങ്കിലോ ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഐഫോൺ അത്ര ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട്. പൊസിഷൻ മാറും, പക്ഷെ ഈ റീസൺ അത് നമ്മള് ബേബി ബാർ ഊരാൻ കാരണം ഇതാണ്. നമ്മളെന്താ പറയാ, ഓൾറെഡി അവിടെ ഈറ്റ് അടിച്ചോണെങ്കിൽ ബോൾ തമ്മിൽ ഷോർട്ട് ആയിക്കണ വെച്ചിട്ട് ഊരിയതാണ്. അല്ലാതെ അങ്ങനെ ഈറ്റടിച്ച ഷോർട്ട് ആവണ സാധനമല്ല ഒരു പവർ ഐസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈറ്റടിച്ച ഷോർട്ടാണ് സാധനങ്ങൾ ഈ PA-കളും വൈഫൈ ഐ സി അങ്ങനത്തെ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ വരുന്ന സാധനങ്ങൾ. അല്ല, ബോൾ മെൽറ്റ് ആയിട്ട് ആ ബോർഡ് മെൽറ്റ് ആയിട്ട് അതുണ്ടാവും. അത് അങ്ങനെ ഉണ്ടാവും. മിനിറ്റ് കൊണ്ട് ഇത് റീബോൾ ചെയ്തിടണം അല്ലേ? എപ്പോഴും ടെമ്പറേച്ചർ ഒക്കെ എപ്പോഴും നോക്കട്ടാ. ബേസ് ബാൻഡ് റീബോൾ ചെയ്യുമ്പോഴേ ഒരു 320 310 ഇട്ടാൽ മതിയേ. 350 ഇടുന്നോണ്ട് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, നല്ലത് ഇതാണ്. കുറെ ആൾക്കാർക്കുള്ള പ്രശ്നമാണ് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് ആയി പോവുക. അതിന് നിങ്ങൾ കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക.
സൈഡിൽ ഗമ്മുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതേപോലെ സ്ക്രാച്ച് ചെയ്തിട്ട് ഇത് ഒഴിവാക്കി കളയാം. മറ്റേത് ഇരിക്കാത്തൊരു പ്രശ്നം വരും. ഇതൊക്കെ അറിയാലോ അല്ലേ? ഉം. ഇത് റീബോൾ ചെയ്യണല്ലോ. ഇനിമ ഒരു കുതിര ഉണ്ടാവും. ഇനിമ കുതിരനെ കണ്ടു ആരെങ്കിലും? എന്താണ്? ബോളും ഒരു സ്റ്റെൻസിൽ നോക്കാനേ ഇനിമ ഒരു കുതിര ഉണ്ടാവുന്നില്ല, കുതിരനെ നോക്കിയാൽ മതി. അള്ളാ പഠിച്ചോനെ. അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഉം. റീബോൾ ചെയ്യാൻ സമയം എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അടിപൊളിയെ പറ്റുന്ന കുറച്ച് സമയം എടുക്കണല്ലോ. ഒരു എങ്ങനെ? 10 എടുക്കും. നമുക്ക് ഇനി 4 മിനിറ്റ് ഉള്ളത് വെക്കാനിട്ടോ. ബോൾ കുടുങ്ങിയില്ലേ? ബോളിന് ഇപ്പൊ എന്ത് ചെയ്യും?
സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് ഒരു ബോൾ കുടുങ്ങാത്ത കാരണേ എന്താണെന്നറിയോ? ഇതേ ഈ എക്സിന്റെ സ്റ്റെൻസിലാണ്. ഈ എക്സിന്റെ സ്റ്റെൻസിൽ അവിടെ ഒരു ബോൾ എന്തുണ്ട്, ക്ലോസ്ഡ് ആണ്. എല്ലാവരും പോയാ? ഓക്കെ ഓക്കെ. സ്റ്റെൻസിലിനകത്ത് അങ്ങനെ വരൂലേ, മറ്റേ ബോൾ മിസ്സിങ് കാര്യങ്ങളൊക്കെ അല്ല വരൂലേ? ഇത് അല്ല, സ്റ്റെൻസിലിനകത്തല്ല, ഏ? അവിടെ ഉണ്ടായിരുന്നത് എക്സിന്റെ ഇതും സെയിം ആണ്. ഓ, അപ്പൊ ആ ഒരു ബോളിന്റെ ഏരിയയിൽ മാത്രം അതിലെന്താണ്, ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആണ് അല്ലേ? ഞാൻ നേരത്തെ തന്നെ രണ്ടും കൊടുന്ന് വെച്ചാണ്, അപ്പോ ആ, ഇങ്ങോട്ട് മാറിയതാണ്. ഇതിൽ കറക്റ്റ് അത് അവിടെ വരുന്നുണ്ട്. അതിൽ കറക്റ്റ് ഹോൾസ് അവിടെ കാണുന്നുണ്ട്. മെറ്റീരിയൽ ഇല്ല. ഇതിനിപ്പോ ഒരു ബോൾ വേണമല്ലോ. ഒരു ബോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും എടുക്കണം. ബോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാവും. നിങ്ങൾ അതിന്റെ ബോൾ തന്നെ അതിന്റെ മേലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആദ്യമേ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾ മാത്രം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒരു ബോൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്പൊ അത് കഴിഞ്ഞു. ഈ ബോർഡ് എടുക്കുക, ഫിറ്റ് ചെയ്യുക, പാക്ക് ചെയ്യുക, കൊടുക്കുക. റെഡി ആവില്ലേ? മുഹമ്മദ് മുഹമ്മദ് വടകര. ഓ ഉണ്ട്. ഇതിന് മുന്നോടിയായിട്ട് ഇതെന്ത് ചെയ്യണം, ഈ IC അതിന്റെ പൊസിഷൻ നോക്കി വെക്കുക. വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ സൈഡത്തെ അലൈൻമെന്റ് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, സൂം ചെയ്ത് നോക്കിയിട്ട് ഗമ്മുകൾ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മുട്ടുന്നുണ്ടോ എന്നുള്ള കേസ് ഉണ്ടല്ലോ, കറക്റ്റ് വെക്കുക. ഇവിടെ നിന്നും ഗമ്മുകൾ തമ്മിൽ എന്ത് ചെയ്യരുത്, IC മുട്ടിക്കഴിഞ്ഞാൽ എന്താവില്ല, ഇരിക്കൂല. മനസ്സിലാവണ്ട? ക്ലിയർ? ഈ മൂലക്ക് കുറച്ച് ഗമ്മുണ്ട്. അങ്ങനെ വിഷയമുള്ള ഗമ്മുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് നോക്കുക, നല്ല നോക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ മൂലക്കത്തെ ഗം എന്താണ്, വിഷയമാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഒഴിവാക്കണം.
പൈസ ഇടാനിട്ടാ ഇടണമെന്ന് ഇപ്പൊ കാണാൻ വലിയ മൂടൊന്നും ഉണ്ടാവില്ല അല്ലേ? എല്ലാവരും ക്യാമറ ഓണൊക്കെ വെച്ച് പോയതാണോ? ഷിനൂബ് എല്ലാരും പോയാ? ഹലോ പോയിട്ടില്ല. എന്തുണ്ട് പോയിട്ടില്ല. പോകണ്ട തിരക്കിലാ. എങ്ങനെ? എല്ലാരും ഓരോ തിരക്കിലാണല്ലേ? തിരക്കിലാണ്. നിങ്ങളെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കണുണ്ട്. നമുക്ക് അടിയിൽ എത്തി എത്ര നേരത്തെ? എത്തിയിട്ടൊന്നുമില്ല, പെരേന്ന് ഇറങ്ങിയിട്ടില്ല. അത് കഴിയണ്ടേ. കടയിൽ പോയിക്കോളി, അല്ലെ 10 റുപ്യ ഉണ്ടാക്കിക്കോളി. അത് രാവിലെ റെഡിയാവാണ്. പോയിക്കൂടെ കേക്ക്? നേരെ പോയി തുടങ്ങാൻ. തുടങ്ങാന് 7:30. ഉം. ഇവിടെ കുറെ സെറ്റപ്പുകൾ 7 ചെയ്യാനുണ്ട്. മണിയുള്ള 7:30. ഉം. പൂരത്തെ ചെക്കൻ പണിയാവൂ. ടോക്കല്ലേ? റെഡി ആവൂലേ? അജാസ് അൻസാർ, യെസ്. ഓർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ. എവിടെ സ്ഥലം? ഹലോ. ഓർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ. എവിടെ നിങ്ങളെ സ്ഥലം? എവിടെ? കാഞ്ഞിരമറ്റം. കാഞ്ഞിരവട്ടം. അത് തിരുവനന്തപുരമോ? ഇല്ല, എറണാകുളം തന്നെ. എറണാകുളം അല്ലേ? ഓക്കെ. ഞാൻ ആ ടെക്നീഷ്യനെ ചോദിച്ച് ഇടക്ക് വിളിക്കാറില്ലേ. ടെക്നീഷ്യനെ കിട്ടിയാ? ടെക്നീഷ്യനെ കിട്ടിയില്ല, ഉറക്കമില്ല. എങ്ങനെ? ഉറക്കമില്ല ആർക്ക്? ടെക്നീഷ്യനൊക്കെ നിങ്ങൾക്കോ? എനിക്ക്. ടെക്നീഷ്യൻ ഉറങ്ങണില്ല മതി. ഏ ടെക്നീഷ്യൻ ഉറങ്ങണ്ടല്ലോ അല്ലേ? ടെക്നീഷ്യൻ ഇല്ലാന്നേ, കിട്ടിയില്ല. ടെക്നീഷ്യനെ കിട്ടിയില്ല. അങ്ങനെ ടെക്നീഷ്യനെ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഉറക്കമില്ലാന്ന് കരുതി. അത് മിക്കവാറും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളെ കിട്ടിയ രക്ഷ കുഴപ്പമില്ല. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളിപ്പോ ഇതിലിപ്പോ മുഹമ്മദ് വടകരൊക്കെ ഉള്ളൂ. മൂപ്പരിപ്പോ സ്വന്തം ഷോപ്പാണ്. അപ്പൊ ഇതൊക്കെ വന്നാലും നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. മുഹമ്മദ് വടകരയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അത് ശരി. ഞാൻ എണീറ്റില്ലായിരുന്നു. പുള്ളിയാ ലിങ്ക് വിളിച്ചതല്ലേ? പിന്നെ ഓർമ്മിപ്പിച്ചത്. അത് ശരി. അങ്ങനെ കേറിയതാ. ഓണായി ആ പിള്ളേർക്ക് വന്ന് സമാധാനായി അല്ലേ? ഇത് ഫസ്റ്റത്തെ ഒരു 5-6 സെറ്റൊക്കെ ചെയ്യുമ്പോൾ ആ പിള്ളേർക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാളുണ്ടാവും.
അത് വന്നു കഴിഞ്ഞാൽ സമാധാനം. ആ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ആ ഓണാക്കണ പവർ ബട്ടൺ നിൽക്കുന്നതും ആപ്പിൾ ലോഗ് വരുന്ന ആ ഒരു ചെറിയ ഡീൽ ഉണ്ടല്ലോ, അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. മുമ്പ് ചെയ്താ സാറ് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ. നോ സിം കണ്ട കാണുന്നുണ്ടോ? സക്സസ് ബേസ് സക്സസ് ബാൻഡ് വന്നു കഴിഞ്ഞാൽ സിം കാണിക്കും അല്ലേ, അല്ലെങ്കിൽ സെർച്ചിങ് കാണിക്കുള്ളൂ അല്ലേ? യെസ്. അപ്പോ നോ സിം വന്നു. പിന്നെ ജനറൽ പോവാ, എബൌട്ട് എടുക്കുക. എബൌട്ടിൽ ഇവിടെ മോഡം ഫിമർ ഒന്ന് നോട്ട് കണ്ട 6.0 കാണുന്നുണ്ടാ? കണ്ടില്ലേ? മോഡം ഫിമർ നോട്ട് 6.00001. അപ്പൊ അത് റെഡിയായി. ഇത്രേ പണിയുള്ളൂ ഒരു ബേസ്മെന്റ് റിപ്പയർ ചെയ്യാന്. ഇത് ഐഫോൺ 6ഓ 6s ആണെന്നുണ്ടെങ്കിൽ 1000 1500, 7 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2000 രൂപ വാങ്ങാം. ഇനി അതല്ല എക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3500 രൂപ, 13 14 ഒക്കെ 6000 8000 10,000 ആ ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. അപ്പോൾ സമയം 9:10, 7:30 8:30 9, അതായത് 7:30 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ സമയം വേണ്ട, ഒരു 40 മിനിറ്റ് മതിയാവും സമയം. മനസ്സിലാവണ്ട? 1 മണിക്കൂർ മാക്സിമം. അത് നമ്മളിവിടെ വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ എന്തുണ്ടായിരുന്നു, 2GB ഊരി വെച്ചിട്ടുണ്ട്. ഇനി 2GB ഇതിനെന്ത് ചെയ്യാണ്ട് ഇടാനുണ്ട്. ഇത് ഷോർട്ടാണ്, അതിന് വേറെ ബോർഡ് നിർത്താം. അതിന് നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, വേണ്ടല്ലോ. അതിന് നമുക്ക് സമയം വേസ്റ്റ് ആക്കണ്ട. അത് വേറെ 2GB എടുത്തിട്ട് കഴിഞ്ഞാൽ വർക്ക് ആയിക്കോളും. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ഒരു സെറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഒരു സെറ്റ്. ഇത് ഇനിയിപ്പോൾ ഐഫോൺ 11 എക്സോ XS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബോർഡാണ് വരിക. അപ്പോൾ ഈ സാധനങ്ങൾ ഇതിന് താഴത്താവും ഉണ്ടാവുക എന്ന് മാത്രം. അപ്പൊ അയാസിന് എന്തൊക്കെ മനസ്സിലായി പറഞ്ഞോളി. അപ്പൊ അതോട് കൂടി കഴിഞ്ഞിട്ട് ഞാൻ എട്ടേകാലായപ്പോഴാ കേറിയത്. ഏരിയതാണല്ലോ ഇപ്പൊ ഫുൾ ടൈം ആരുണ്ടായിരുന്നു? മുഹമ്മദ് വടകര. പിന്നെ കുഴപ്പമില്ല. എനിക്കിപ്പോ എനിക്ക് ധൃതി ഉണ്ടെന്ന് മനസ്സിലായി. എങ്ങനെ ഞാനിതിലും ഫാസ്റ്റ് ആയിട്ട് തീർക്കാനുള്ള ഒരു CPU കഴിക്കുമ്പോഴേ ഇത്ര ക്ഷമ വേണമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. സമാധാനത്തിൽ ചെയ്താൽ മതി. 1 മണിക്കൂർ 2000 രൂപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈക്കോടുത്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ പണിയെടുക്കണം അതാലോചിച്ചാൽ മതി. 2 മണിക്കൂർ വേണമെന്ന് ആലോചിക്കുമ്പോഴേ പുറത്തൊക്കെ നോക്കിയാൽ മതി. പിന്നെ മുഹമ്മദ് അലി എന്ത് മനസ്സിലായി? പോയാ മുഹമ്മദ് അലി ഇല്ലേ? മുഹമ്മദ് അലി ഉണ്ടായിരുന്നല്ലോ, പോയാ? അഭികാന്ത് പിന്നെ ചെയ്യുന്നതാണ് സ്ഥിരം, അതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യം എന്താന്ന് തോന്നുന്നില്ല. അതെ 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 അതെ. എന്ത് മനസ്സിലായി? ആദ്യം നോ സർവീസ് ഒന്നെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം എന്താ വിഷയം എന്നുള്ളത്. മോണോഫെയർ ഉണ്ടോ IME ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. മോണോഫെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മള് പവർ ഇതിന്റെ നെറ്റ്വർക്കിന്റെ പവർ ചെക്ക് ചെയ്യണം. നെറ്റ്വർക്കിന്റെ പവർ ചെക്ക് ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് CPU, നെറ്റ്വർക്ക് CPU. നെറ്റ്വർക്ക് CPU റീബോൾ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവാണ്ടിരിക്കാൻ വഴിയില്ല. റെഡി ആവണം. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ അന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ നമുക്ക് ഇനി എന്ത് ചെയ്യാ, വേറെ ഏതെങ്കിലും വർക്കുമായിട്ട് വീണ്ടും പോവാം. പക്ഷെ എനിക്കിതിനൊരു എപ്പോഴും നിങ്ങളെ ഇനിയിപ്പോ പ്രാക്ടിക്കലി എന്ത് കാണിക്കണം എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വല്ല ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. ഇതിപ്പോ കംപ്ലൈന്റ് വരുന്ന സെറ്റ് അല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എന്റെ മുന്നിലൊരു പ്രശ്നം. ഇപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉള്ളത് കിട്ടിക്കോളാം എന്നില്ല. പിന്നെ കമ്പനിയിൽ കിട്ടുന്ന ഹെവി ആയിട്ടുള്ള വർക്കുകളായിരിക്കും. അത് പിന്നെ ഈ 2.5 മണിക്കൂർ കൊണ്ട് ചെയ്യലാവില്ല. അപ്പോൾ വേറെ ഇനിയിപ്പോ അടുത്തത് ഏതാ വേണ്ടത്? ഇനിയിപ്പോ പ്രാക്ടിക്കലി ചെയ്യാനുള്ളത് ബേസ്ബാൻഡ് CPU ഇനി എല്ലാ മോഡലും ഇങ്ങനെ തന്നെയാണ്. അതിന്റെ കംപ്ലൈന്റ് ഇപ്പോൾ നമുക്ക് ചെയ്ത് കാണിച്ചു. ഹാർഡ് ഡിസ്കിന്റെ നമ്മൾ ചെയ്ത് കാണിച്ചു. ഇനി ഏതാ കാണിക്കേണ്ടി വരിക? ലോവർ ബോർഡ് സ്വൈപ്പിംഗ്. ഡോർ ബോർഡ് സ്വാപ്പിംഗ് കാണിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഡോർ ബോർഡ് സ്വാപ്പ് ചെയ്യാൻ ഇപ്പോ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ബോർഡുമ്പോൾ തന്നെ കാണിക്കണ്ടേ? ക്ലൗഡ് ബോർഡ് ഉണ്ടോ? ക്ലൗഡ് ബോർഡ് നമുക്ക് നോക്കാം. അവിടെ ഏതെങ്കിലും ഒരു 13 ഉണ്ട് ഒരു ഇത് ചെയ്യാറുള്ളത്. അത് ഇന്നത്തേൽ റെഡി ആയിട്ടില്ലെങ്കിൽ ലോവർ ബോർഡ് എന്തായാലും മാറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ എന്ത് ചെയ്തൊക്കെ സമയം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, നാളത്തേക്ക് 13ന്റെ ലോവർ ബോർഡ് സ്വാപ്പ് ചെയ്യണം. നമുക്ക് നോക്കി നോക്കാം. നെക്സ്റ്റ് വേറെ
സ്വാപ്പിംഗ് ഒക്കെ ജസ്റ്റ് റീബോർഡിങ് സ്കില്ല് മാത്രം മതി, അതിന് വല്ല ടെക്നിക്കൽ സ്കില്ലൊന്നും വേണ്ട. വേറെ എന്തെങ്കിലും? നമ്മളെത്ര ചെയ്തതല്ലേ സാറേ? എങ്ങനെ? ടൈപ്പിംഗ് എത്ര ചെയ്ത എന്നെ കൊണ്ട് സാറ്? അതെ തന്നെ, അതാണ് വേണ്ടത്. വേറെ എന്താണ് ചെയ്ത് കാണിക്കേണ്ടത് പറഞ്ഞോളേ. ഇല്ലല്ലേ? അപ്പൊ ഞാൻ തന്നെ ഏതെങ്കിലുമൊക്കെ വിഷയം എടുത്ത് വരണ്ട, അത് നന്നാവുക. നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു. ഫേസ് ഐ ഡി ഉണ്ടോ? ഫേസ് ഐ ഡി ഫേസ് ഐ ഡിയോ? ഫേസ് ഐ ഡി നമുക്ക് കാണിക്കാം. ഫേസ് ഐ ഡി ഇതില്ലാത്ത മറ്റേ ടാഗ് ഓൺ വെച്ച് ചെയ്യാത്തത്, ടാഗ് ഓൺ വെച്ച് ചെയ്യാത്ത മോഡൽസ് ഉണ്ടല്ലോ. ടാഗ് ഓൺ ചെയ്യാത്തപ്പോ ഇന്നലെ ഞാൻ ഒന്ന് ചെയ്തു. ഇത് നിൽക്കണം ഇപ്പൊ അത് സാധനം. അത് ഇതേപോലത്തെ അലൈൻമെന്റ് ടൂളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് അത് ചെറിയ മോഡലല്ലേ ഈ 13 ഒക്കെ? 13-തോ? 13-ത് ചെയ്യാം. പക്ഷെ 13-ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് വരുന്നില്ല. അപ്പൊ എങ്ങനെ ചെയ്യാം? വരുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അത് ചിപ്പ് മാറ്റിയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടില്ലേ, നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോ എല്ലാവരും എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു. നിർത്തല്ലേ? പറഞ്ഞില്ലല്ലോ. വീഡിയോ അഭികാന്തിന്റെ പുതിയ വീഡിയോ വന്നിട്ടില്ല, അതേപോലെ തന്നെ ഇവരെ പുതിയ വീഡിയോകളൊന്നും എത്തിയിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.